Okay, dear students, നമ്മൾ കാണുന്നത് റിസ്ക് ആൻഡ് റിട്ടേൺ. ഓക്കെ, എന്താണ് റിസ്ക്? റിസ്ക് സിംപ്ലി റെഫേഴ്സ് ടു ദ ചാൻസ് ഓഫ് ലോസ്. ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, റിസ്ക് മീൻസ് ദ പ്രോബബിലിറ്റി ദാറ്റ് an actual return on investment will be lower than the expected return. Financial management നമ്മൾ റിസ്ക് മീൻസ് അൺസർട്ടനിറ്റി. ദാറ്റ് മീൻസ് ദ ചാൻസ് ദാറ്റ് ദ ആക്ച്വൽ റിട്ടേൺ വിൽ ബി ലോവർ ദാൻ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിനാണ് പറയുക റിസ്ക് എന്ന് പറയാം. ഓക്കെ, ദർ ആർ ടു ടൈപ്സ് ഓഫ് റിസ്ക് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. There are two types of risk: systematic risk and unsystematic risk. And the systematic risk, it is also known as non-diversifiable risk and the diversifiable വൈവിധ്യവൽക്കരണം. ഇവിടെ വൈവിധ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇപ്പം ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ്, നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കറിയാം, അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് കൂടുതലായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മുഴുവൻ നഷ്ടപ്പെടാം. അപ്പോൾ നമ്മൾ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നിലധികം അവന്യൂസിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഒരു കമ്പനി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ പല കമ്പനികളിൽ പല സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ കുറേ എമൗണ്ട് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും, കുറേ എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, കുറേ എമൗണ്ട് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ. ഈ നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? വിവിധങ്ങളായ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഈ റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ദിസ് റിസ്ക് ഈസ് ഇൻഹെറൻറ്റ് ടു ദി എൻറ്റയർ എക്കണോമി ഓർ എൻറ്റയർ മാർക്കറ്റ്. ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ഓൾ ദ ഓർഗനൈസേഷൻസ് ഓർ ഓൾ ദ കമ്പനീസ്. ദിസ് റിസ്ക് ഈസ് കോസ്ഡ് ബൈ macroeconomic conditions remaining within the economy or within a country. So it is inherent to all the companies and it cannot be eliminated by means of diversification. Diversification means instead of investing in one security of one company, we are investing in different securities and different companies, and different investment opportunities are being utilized. Clear? So there are two types of risk: systematic risk. Systematic risk is also called non-diversifiable risk. This risk cannot be eliminated because it is inherent in the entire market. It is due to the macroeconomic situations and factors prevailing in an economy. Okay. So what are the systematic risk? ഒന്നാമത്തെയാണ് സിസ്റ്റമാറ്റിക് റിസ്കിൽ മാർക്കറ്റ് റിസ്ക്. That is, it is the possibility of an investor experiencing loss due to the factors that affect the overall performance of the financial market which he is involved. So what is the factors affecting the overall performance of the financial market, or what about the financial market conditions? According to changes in the financial market conditions, there is the chance of incurring risk. That is, for example, market risk. For example, there is a recession, or there is inflation, or there is natural calamities, disaster, terrorism, then political turmoil. All these factors which are all these conditions which are all existing in the ഫിനാൻഷ്യൽ മാർക്കറ്റ്. സോ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ഓൾ ദ കമ്പനീസ്. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സ്ട്രൈക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ അറ്റാക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ റിസഷൻ. ഇതിനാണ് എന്തെന്ന് വിളിക്കുക? മാർക്കറ്റ് റിസ്ക്. ഓക്കെ, സോ ഇറ്റ് ഈസ് റിസ്ക് അറൈസസ് ഡ്യൂ ടു ദ മാർക്കറ്റ് കണ്ടീഷൻസ് പ്രിവെയിലിംഗ് ഇൻ ആൻ എക്കണോമി. ഓക്കെ, രണ്ടാമത്തെയാണ് പർച്ചേസിംഗ് പവർ റിസ്ക്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഫ്ലേഷൻ റിസ്ക്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. നമുക്കറിയാം, പണപ്പെരുപ്പം ഉണ്ടാകുകയാണെങ്കിൽ പണത്തിൻ്റെ സപ്ലൈ കൂടുന്നതിനാണ് നമ്മൾ പണപ്പെരുപ്പം എന്ന് പറയുക. പണത്തിൻ്റെ സപ്ലൈ കൂടുമ്പോൾ മണി വാല്യൂ കുറയും. നമുക്കറിയാം, ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ കറൻസിൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി കുറവാണ്.
ഇന്ത്യൻ കറൻസിൻ്റെ വാല്യൂ കുറയുമ്പോൾ നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് മേടിക്കാവുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. പർച്ചേസിംഗ് പവർ ഓഫ് ദ കറൻസി വിൽ ബി കമ്പാരിറ്റീവ്ലി ലോ. സോ വി നോ ദാറ്റ്. അതുകൊണ്ടാണ് പറയുന്നത് പർച്ചേസിംഗ് പവർ റിസ്ക് ഈസ് ഓൾസോ കോൾഡ് ഇൻഫ്ലേഷൻ റിസ്ക്. ഇറ്റ് ഈസ് എ പോസിബിലിറ്റി ഓഫ് ദാറ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് വോണ്ട് ബി വർത്ത് മച്ച് ഇൻ ദ ഫ്യൂച്ചർ ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. നമ്മൾ പഠിച്ചു ഇന്ന് കിട്ടുന്ന 10,000 രൂപയും 2 വർഷത്തിന് ശേഷം കിട്ടുന്ന 10,000 രൂപയ്ക്കും മൂല്യം ഏത് പൈസയ്ക്കായിരിക്കും മൂല്യം? ഇന്ന് കിട്ടുന്ന 10,000 രൂപയ്ക്കാണ്. എന്തുകൊണ്ടാണ്? പണത്തിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പറയുന്നു പർച്ചേസിംഗ് പവർ റിസ്ക് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ ദ കറൻസി വാല്യൂ ഓഫ് ദ മണി or due to the inflationary conditions prevailing in an economy, the purchasing power of the currency declines. As a result, the cash inflows obtained from an investment in the future will be value of such cash inflows will be less when compared with the present cash inflows. ഈ റിസ്കിനാണ് പർച്ചേസിംഗ് പവർ റിസ്ക്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. സിസ്റ്റമാറ്റിക് റിസ്ക് മീൻസ് ദോസ് റിസ്ക് വിച്ച് ഈസ് ഇൻഹെറൻറ്റ് with all the investors, with all the companies and all investments, and it is non-diversible risk. This risk cannot be eliminated. It is due to the microeconomic conditions prevailing in an economy. ഇത് നമുക്ക് എന്താ പറയുക എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിലേതൊക്കെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക്? ഒന്നാമത്തെ കണ്ടു മാർക്കറ്റ് റിസ്ക്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് due to the factors prevailing in the financial market. What are the factors or what are the conditions existing in the market? Based on that, there will be changes in the return expected on the investment, such as if there arise natural calamities, if there arise terrorist attack, or if there arise any unexpected conditions, such as for example political strike or political clash or recession. ഇതിനാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് റിസ്ക്. രണ്ടാമത്തെയാണ് പർച്ചേസിംഗ് പവർ റിസ്ക്. that is also called inflation risk. When the money supply increases, money value declines. So we know that due to the inflationary pressure, the cash inflows will be increasing in the future. അല്ലേ, നമുക്ക് cash inflows കൂടും. But the real worth or real value of that cash will be comparatively less because there is decline in the purchasing power of the currency due to inflation. Okay, inflation എന്ന് പറയുന്നത് പണപ്പെരുപ്പം. പണത്തിൻ്റെ സപ്ലൈ കൂടുമ്പോൾ പണത്തിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ പണത്തിൻ്റെ പർച്ചേസിങ് പവർ എന്ത് ചെയ്യും? കുറയും. റിയൽ വാല്യൂ ഓഫ് മണി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അടുത്തതാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. സോ ഫസ്റ്റ് വൺ മാർക്കറ്റ് റിസ്ക്, സെക്കൻഡ് വൺ പർച്ചേസിംഗ് പവർ റിസ്ക്, തേർഡ് വൺ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. It is the probability of a decline in the value of security due to unexpected fluctuations in the interest rate. ഇൻട്രസ്റ്റ് റേറ്റിലുള്ള വ്യതിയാനം അനുസരിച്ച് സെക്യൂരിറ്റീൻ്റെ പ്രൈസിൽ മാറ്റം വരും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് ആരാ തീരുമാനിക്കുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബാങ്കിങ്ങിൽ ലെൻഡിങ് റേറ്റ്, ബോറോയിങ് റേറ്റ്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. RBI ഡിറ്റർമൈൻസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. സപ്പോസ് ഇൻഫ്ലേഷനാണ്, പണപ്പെരുപ്പമാണ്. അപ്പം RBI എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ബോറോവേഴ്സ് അധികം പണം ബോറോ ചെയ്യില്ല. നേരത്തെ 5% സപ്പോസ് RBI കൂട്ടി 7%. അപ്പോൾ നമ്മൾ 100 രൂപ മേടിച്ചാൽ 7% കൊടുക്കണം. അപ്പോൾ 100 രൂപ മേടിച്ചാൽ നമുക്ക് 93 രൂപയെ കിട്ടത്തുള്ളൂ. കേട്ടോ, മണി സപ്ലൈ കുറയും. അപ്പോൾ മണി വാല്യൂ കൂടും. നിങ്ങൾ RBIൻ്റെ ഫങ്ഷൻസിന് പഠിച്ചാണ്, മാർക്കറ്റ് ബാങ്ക് റേറ്റ് ഒക്കെ പഠിച്ചല്ല, അതാണ്. അപ്പോൾ നമുക്കറിയാം. സോ വെൻ ദർ ഈസ് ചേഞ്ചസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്, ബോണ്ടിൻ്റെ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ പലിശ നിരക്ക് കൂടുമ്പോൾ ബോണ്ടിൻ്റെ ഡിബഞ്ചറിൻ്റെ വില കുറയും. അതാണ് ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. സോ ഒന്നുകൂടെ പറയട്ടെ, ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ സെക്യൂരിറ്റി. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഡിബഞ്ചറിൻ്റെയും ബോണ്ടിൻ്റെയും ഒക്കെ മാർക്കറ്റ് പ്രൈസ് കുറയും. അതുകൊണ്ട് പറയുന്നു ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. അതാണ് ഇവിടെ കണ്ടോ ചാർട്ട് കാണിച്ചിരിക്കുന്നത്, അതാണ്. So there is inverse relationship between value of the security and interest rate. So when interest rate changes,
or interest rate increases, there will be decline in the value of the security due to unexpected fluctuations in the interest rate. ഓക്കെ, ഈ മൂന്നാണ്. ഇതെല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനെയും എല്ലാ ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്നത്, എല്ലാ കമ്പനികളെ അഫക്റ്റ് ചെയ്യും ഈ 3 റിസ്ക്. ഏതൊക്കെയാണ്? ഒന്ന് മാർക്കറ്റ് റിസ്ക്, മാർക്കറ്റ് കണ്ടീഷൻസ് കൊണ്ട്. 2 പർച്ചേസിങ് പവർ റിസ്ക് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റിസ്ക്. 3 ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ദിസ് റിസ്ക് ക്യാൻ ബി എലിമിനേറ്റ്? നോ, വി കാൺട്ട് എലിമിനേറ്റ്. അതുകൊണ്ടാണ് ഈ റിസ്കിനെ എന്തെന്ന് വിളിക്കുന്നത്? നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക്. ഓക്കെ, ഇത് തിയറിക്ക് വരുന്നതാണ്. അടുത്തതാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. സോ റിസ്ക് 2 ഒന്ന് സിസ്റ്റമാറ്റിക് റിസ്ക്, 2 അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഇവിടെ ഞാൻ എഴുതട്ടെ. രണ്ടാമത്തെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. സോ അൺസിസ്റ്റമാറ്റിക് റിസ്കിൽ ഒന്നാമത്തെയാണ് ബിസിനസ് റിസ്ക്. എന്താണ് സിസ്റ്റമാറ്റിക് റിസ്ക്? ദിസ് റിസ്ക് ക്യാൻ ബി എലിമിനേറ്റഡ് ഓർ മിനിമൈസ്ഡ്. എ പ്രൂഡൻറ്റ് ഇൻവെസ്റ്റർ ക്യാൻ മിനിമൈസ് ദിസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡൈവേഴ്സിഫയബിൾ റിസ്ക്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലഘൂകരിക്കാം, ഒഴിവാക്കാം, നമുക്ക് അല്ലെങ്കിൽ കുറയ്ക്കാം ഈ റിസ്കിന്. അതുകൊണ്ട് ഈ റിസ്കിന് വേറൊരു പേരും പറയും, അൺസിസ്റ്റമാറ്റിക് റിസ്ക്. അൺസിസ്റ്റമാറ്റിക് റിസ്കിൽ ഒന്നാമത്. സോ വാട്ട് മീൻ ബി സിസ്റ്റമാറ്റിക് റിസ്ക്? ദിസ് cannot be eliminated. It affects all the companies. Then unsystematic risk means those risks which can be eliminated by means of diversification. So what are the types of unsystematic risk? അതിൽ ഒന്നാമത്തെയാണ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് ഈസ് ദ പോസിബിലിറ്റീസ് എ കമ്പനി വിൽ ഹാവ് ലോവർ ദാൻ ദി ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്. ഉണ്ടോ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള ആ കമ്പനിക്ക്. ബിസിനസ് റിസ്ക് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ്. ബിസിനസ് ഓരോ ബിസിനസ്സിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ബിസിനസ് റിസ്ക് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഏത് ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ കോവിഡാണോ നമ്മൾ വിചാരിക്കുക ഓട്ടോമൊബൈൽസിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പോൾ നല്ല ഇതാണ്. എന്തുകൊണ്ടാണ്? എല്ലാവരും വണ്ടി മേടിക്കുകയാണ്, 2 വീലേഴ്സൊക്കെ മേടിക്കുക. അപ്പോൾ ആ കമ്പനികൾക്ക് പ്രോഫിറ്റ് അടിച്ചാണ് ചാൻസ് കൂടുതലുണ്ടെന്ന് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ആ കമ്പനിക്ക് ലാഭം കൂടും, അവൻ്റെ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് പറയുന്നത് ബിസിനസ് റിസ്ക് കമ്പനിക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ, എക്സ്പെക്റ്റഡ് പ്രോഫിറ്റും ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ആക്ച്വൽ പ്രോഫിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അവൻ്റെ ബിസിനസ് റിസ്ക് കുറവാണ്. ഈ ബിസിനസ് റിസ്ക് ഉണ്ടാകാനുള്ള കാരണം എന്തുകൊണ്ടാണ്? സച്ച് സെയിൽസ് വോളിയം, പ്രൈസ്, കോമ്പറ്റീഷൻ. സെയിൽസ് വോളിയം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ പ്രൈസ് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്, അല്ലെങ്കിൽ അക്യൂട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. ദെൻ ഡിക്ലൈൻ ഇൻ ദ ഡിമാൻഡ്, അവർ പുവർ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ഇതൊക്കെയാണ് ഈ ബിസിനസ് റിസ്ക് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഒരു ഇൻവെസ്റ്റർക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഉണ്ടോ? So business risk means the possibility of a decline in the company's profit. This business risk arises due to the factors such as sales volume, price changes, competition, poor quality of the products, etc. രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് ഈസ് ദ റിസ്ക് which the company is not able to meet its obligation to pay the debt. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണം കൊടുക്കാൻ അല്ലെങ്കിൽ ഫൈനാൻസ് കൊടുക്കാനുള്ള കഴിവില്ല. നമ്മൾ പഠിച്ചു ഒരു ഫോമിന് 2 തരം ഫണ്ടാണ് ഉള്ളത്. ഏതൊക്കെ ഫണ്ടാണ്? ഓൺഡ് ഫണ്ടും ബോറോഡ് ഫണ്ടും. ഈ ബോറോഡ് ഫണ്ട് കടമെടുത്ത പൈസ പറയുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണം. അതിന് കൊടുക്കാൻ പറ്റത്തില്ല എങ്കിൽ അതിനാണ് നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ റിസ്ക്. കമ്പനി ഡസൻറ്റ് ഹാവ് ദി എബിലിറ്റി ടു പേ ദ ഒബ്ലിഗേഷൻ അറ്റ് ദ കറക്റ്റ് ടൈം. എ ഫേം ഹാവ് ഈ ഹയർ ഡെറ്റ് കണ്ടന്റ്. ഉണ്ടോ? നമ്മൾ പഠിച്ചു കൂടുതൽ ഡെറ്റുള്ള ബോറോഡ് ഫണ്ടുള്ള ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കടം. ഉണ്ടോ? ക്യാപിറ്റലിൽ കൂടുതലും ബോറോഡ് ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാപിറ്റലിൻ്റെ ഘടനയിൽ കൂടുതൽ അവരുടെ ബോറോഡ് ഫണ്ടാണ്. സപ്പോസ് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ 75% ബോറോഡ് ഫണ്ടും 25% ഓൺഡ് ഫണ്ടുമാണ്. ഓൺഡ് ഫണ്ട് 75% ബോറോഡ് ഫണ്ടുമാണ്. അപ്പം 75% അവർ കടമെടുത്തിട്ടാണ് ബിസിനസ് നടത്തുന്നത്. 25% ഒരു അവിടെ സ്വന്തം പൈസയേ ഉള്ളൂ. ആ കമ്പനിയുടെ ഡെറ്റ് പേയിങ് കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. ഉണ്ടോ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയുള്ള കമ്പനി കൊണ്ട് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇല്ല. തിരിച്ചാണെങ്കിലോ 25% ബോറോഡ് ഫണ്ടുള്ളൂ, 75% ഓൺഡ് ഫണ്ടാണ്. ആ കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് കൊടുക്കാൻ പറ്റും? കടം തിരിച്ചു കൊടുക്കാൻ പറ്റും. ഇതിനാണ് എന്തെന്ന് വിളിക്കുക?
ഫിനാൻഷ്യൽ റിസ്ക്. ഓക്കെ, അപ്പം കുറച്ച് നമ്മൾ കണ്ടു എന്താണ് റിസ്ക്, ഏതൊക്കെ തരമാണ് റിസ്ക്. 2 തരം: സിസ്റ്റമാറ്റിക് റിസ്ക്, അൺസിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് കോൾഡ് അൺഡൈവേഴ്സിഫൈബിൾ റിസ്ക്. ഇറ്റ് കനോട്ട് ബി എലിമിനേറ്റഡ്. ഇതെല്ലാ കമ്പനീനെ അഫക്റ്റ് ചെയ്യുന്ന. അതിലൊന്ന് മാർക്കറ്റ് റിസ്ക്, പർച്ചേസിങ് പവർ റിസ്ക്. തേർഡ് വൺ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ദെൻ രണ്ടാമത്തെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടോ? അൺസിസ്റ്റമാറ്റിക് റിസ്ക് അൺസിസ്റ്റമാറ്റിക് റിസ്കിലാണ് ഒന്ന് ബിസിനസ് റിസ്ക്. എന്താ അൺസിസ്റ്റമാറ്റിക് റിസ്ക്? ദോസ് റിസ്ക് വിച്ച് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ മീൻസ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇറ്റ് അഫക്റ്റ് ഡിഫറെൻറ്റ് കമ്പനി ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് എ ഡൈവേഴ്സിഫൈബിൾ റിസ്ക് ഓർ ഇറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ്. അതിലൊന്നാമത്തെയാണ് ബിസിനസ് റിസ്ക്, രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ റിസ്ക്. ഓക്കെ.